ഓട്ടോ സ്റ്റാൻഡാണ്. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളുണ്ട്. ചേട്ടാ, ഇവിടുത്തെ ഈ മാലിന്യ നീക്കമൊക്കെ ഒരാഴ്ച കൊണ്ട് നടക്കാണോ? ഇപ്പൊ നമ്മുടെ ഒരു മാസത്തിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഒരു 50 ലോഡെങ്കിലും ഇവിടെ നിന്ന് കോരി പോയിട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റാൻഡിലാണ് കോരി ഇട്ടത്. JCB ഈ ഗ്രില്ലെല്ലാം മാറ്റിയിട്ട് ബിൽഡിംഗ് ഉണ്ടെന്ന് എല്ലാം കട്ട് ചെയ്ത് മാറ്റി 50 പോയെങ്കിൽ ഈ കാണുന്നത് ഇപ്പൊ തന്നെ അതെ. JCB ഇവിടെ നിന്ന് നമ്മുടെ ഈ സ്റ്റാൻഡിൽ ഒരു 20 അടിപ്പൊക്കത്തോളം ചവറ് കൂനയായിട്ട് കൂട്ടിയതിന് ശേഷമാണ് കംപ്ലീറ്റ് മാറ്റി. അതെല്ലാം നമ്മൾ ദൃക്സാക്ഷിയാണ്. അത് പറഞ്ഞ് ഇപ്പൊ ഒരു മാസം കൊണ്ട് തന്നെ സ്വീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ റെയിൽവേയുടെ ഭാഗത്തേക്ക് പോകുന്ന ചവറ് ആളിനെ ഇറക്കി അവിടെ കുറച്ചേ ഉള്ളൂ, കുറച്ച് കോരി മാറ്റിയിടുന്ന സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയം, അതായത് ഇവിടെയൊക്കെ ഈ ഫെൻസിങ് വെച്ചിട്ടുണ്ട്, ആ ഭാഗത്ത് മതിലാണ്. അപ്പൊ ഇത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയും ഇതിനപ്പുറം റെയിൽവേയാണ്. റെയിൽവേയുടെ പരിധിയാണ്. അപ്പൊ അങ്ങനെ റെയിൽവേയുടെ ഭാഗത്തേക്കുള്ളത് ആയതുകൊണ്ടാണ് അങ്ങനെ ഷട്ടർ ഇട്ടത്. അവരങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഭാഗത്ത് ഇതുപോലെ ഫെൻസിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അങ്ങോട്ട് അടിയിലോട്ടുണ്ട്. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇതുപോലത്തെ ഓടയല്ല, റൗണ്ടാണ്. പഴയ രാജാവിന്റെ കാലത്തുള്ള തുരങ്കം പോലത്തെ പരിപാടിയാണ് ഉള്ളത്, പണ്ടേ ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് ചോദിക്കാൻ കാരണേ, ഇപ്പൊ ഇവിടെ ഇപ്പൊ കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷെ ഈ അപകടത്തിൽപ്പെട്ട ആൾ അപ്പുറത്തോട്ട് ഒഴുകി പോകാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ? സാധ്യത കുറവെന്നാണ് ഇപ്പൊ പറയുന്നത്. അങ്ങോട്ട് പോകാൻ പണ്ടൊക്കെയാണ് ആളുകളൊക്കെ അതിൽ നടന്നു പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത്രയും വിശ്വസനീയമല്ല. പക്ഷെ ഇപ്പൊ എന്താണ് സംഭവിച്ചാൽ ഇവർ തന്നെ നോക്കിയിട്ട് അപ്പുറത്ത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ഗ്രില്ലുണ്ട്, അതൊരു പൊക്കി നോക്കി, ഫയർഫോഴ്സ് പൊക്കി നോക്കിയിട്ട് അത് നോക്കിയതിന് ശേഷമാണ് അവർ തീവ്രമായ ഈ ഇവിടെ നോക്കുന്നത്. ഇവിടെ ചിലര് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ പാളത്തിന്റെ അടിയിലൂടെയാണല്ലോ പോകണല്ലേ, ആ ഭാഗത്തൊക്കെ ഇതുപോലെ വേസ്റ്റ് വന്ന് ഡംപ് ചെയ്ത് കിടക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ വെള്ളം വരുമ്പോൾ ഇത്രയും വന്ന് ഇപ്പൊ കണ്ടില്ലേ, കോരിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഇവിടെ നിരന്തരം മാധ്യമങ്ങളും മറ്റേതെങ്കിലും വരുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലൂടെ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭരണപക്ഷത്തിന്റെയോ മറ്റേ ആളുടെ സപ്പോർട്ടായിട്ട് പറയാനല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. ഇത് റെയിൽവേയുടെ അപ്പുറത്ത് പോയാലേ, ഈ അപ്പുറത്ത് പോയാൽ പിന്നെ സെക്കൻഡ് എൻട്രൻസ് ഇല്ലേ, സെക്കൻഡ് എൻട്രൻസിന്റെ അവിടെ ഇതുപോലെ ഒരു ഓപ്പൺ ഉണ്ട്. അവിടെ നിന്നാണ് പിന്നെ അജന്ത തിയേറ്ററിന്റെ അതുവഴി പഴവങ്ങാടി വഴി ഓട പോകുന്നത്. ഇദ്ദേഹം പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ, അതായത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ഒന്ന്, ഇതൊരു ചെറിയ സ്പേസ് ആണ് അദ്ദേഹം അപകടത്തിൽപ്പെട്ട സ്ഥലം. പക്ഷേ ഇത്രയും രക്ഷാപ്രവർത്തനം അവിടെ നടത്തിയിട്ട് ഇത്രയും 2 മണിക്കൂറോളം ആവുന്നു, എന്നിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം പോയോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി ഉള്ളത്. അദ്ദേഹം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും, അത് എങ്ങനെയായിരിക്കും, അത് വളരെ ദുഷ്കരമാവും എന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തോന്നുന്നു. പക്ഷേ ഈ ഭാഗത്ത് അദ്ദേഹം ഉണ്ട് എങ്കിൽ ഇവർ കാര്യക്ഷമമായി സ്കൂബ ടീം ഇടപെടുന്നുണ്ട്, അവർ മുങ്ങി തപ്പുന്നുണ്ട്. അദ്ദേഹത്തെ ഉറപ്പായിട്ട് ഈ ഭാഗത്ത് അദ്ദേഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ അവർ കണ്ടെത്തിക്കൊണ്ട് വരുമെന്ന് തോന്നുന്നു.